അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3 ബുധനാഴ്ച. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബാലബുദ്ധിയെന്നും കോൺഗ്രസിനെ പരാന്നഭൂജിയെന്നും പരിഹസിച്ച് രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2.25 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗം. സഖ്യകക്ഷികളുടെ വോട്ട് തിന്നുന്ന പരാന്നഭൂജിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. സഭയിൽ താങ്ങുവിലയെക്കുറിച്ചും അഗ്നിപത് പദ്ധതിയെക്കുറിച്ചും നുണകൾ പറഞ്ഞുവെന്നും വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും മോദി സഭയിൽ പറഞ്ഞു. ഹിന്ദുക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് ഗൗരവമേറിയ കാര്യമാണെന്നും അവർക്ക് രാജ്യം ഒരിക്കലും മാപ്പ് നൽകില്ലെന്നും മോദി പറഞ്ഞു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെയും തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നുണകളെ രാഷ്ട്രീയ ആയുധമാക്കിയെന്നും വായിൽ രക്തം പുരണ്ട മൃഗത്തെ പോലെ കോൺഗ്രസിന്റെ വായിൽ നുണയുടെ ചോര പുരണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100-ൽ 99 കിട്ടിയെന്ന ധാരണയിലാണ് രാഹുലും കോൺഗ്രസും ആഘോഷിക്കുന്നതെന്നും 543-ലാണ് 99 കിട്ടിയതെന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ നെഹ്റു തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുവെന്നും ഗൂഢാലോചനയിലൂടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുവെന്നും മോദി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല എന്നതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും 5 കൊല്ലവും ഇതേ നിലയിൽ ബഹളം വയ്ക്കാനാവില്ലെന്നും സ്പീക്കർ വിമർശിച്ചു. രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ BJPയിൽ നിന്ന് എന്ത് അവഹേളനം സഹിക്കാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാണെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാന്നഭൂജി പ്രയോഗത്തിന് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. രാജ്യത്തെ ഊട്ടുന്ന കർഷകരെ പരാന്നഭൂജികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ ഇന്ന് അതേ വാക്ക് കോൺഗ്രസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നുവെന്നും ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അവഹേളനമല്ലെന്നും രാജ്യനിർമ്മിതിക്കായി കർഷകർക്കൊപ്പം ജീവൻ ബലി നൽകുന്നത് ഞങ്ങൾക്ക് അഭിമാനകരമാണെന്നും ഖാർഗെ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 116 മരണം. ബോലെ ബാബ എന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ സത്സംഗം പരിപാടിക്കിടെയാണ് അതിദാരുണ സംഭവം. 1 ലക്ഷത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കനത്ത ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കുമുണ്ടാവുകയായിരുന്നു. മരിച്ചവരിലധികം സ്ത്രീകളും കുട്ടികളും ആണെന്നാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അനുശോചിച്ചു. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ദുരന്തത്തിനിടയാക്കിയത് പ്രഭാഷകന്റെ വാഹനം കടന്നുപോകുന്നതുവരെ ജനങ്ങളെ തടഞ്ഞു നിർത്തിയതെന്ന് റിപ്പോർട്ടുകൾ. ചടങ്ങുകൾ പൂർത്തിയായി ആളുകൾ മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാൾ വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്വാസം കിട്ടാതെയും വീണടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയും വന്നതോടെയാണ് പലരുടെയും ജീവൻ പൊലിഞ്ഞതെന്ന് ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചയാൾ പ്രതികരിച്ചു. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ സാഗർ വിശ്വഹരി എന്നും ബോലെ ബാബ എന്നും അറിയപ്പെടുന്ന നാരായൺ സാഗർ ഹരി നടത്തിയ സത്സംഗത്തിന്റെ സമാപനത്തിലാണ് ദുരന്തമുണ്ടായത്. സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഇയാൾ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഇറ്റ ജില്ലയിലെ ബഹാദൂർ ഗ്രാമവാസിയാണ് ഇയാളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ത്രിപുരയും ബംഗാളും പാഠമാകണമെന്നും കേരളത്തിലെ BJPയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ CPMന്റെ വടക്കൻ മേഖല റിപ്പോർട്ടിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. മോഹമുയരുന്നിതാ എന്റെ
നല്ല ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കണ്ണൂർ സർവകലാശാലയിൽ ഇന്നലെ നടക്കാനിരുന്ന പരീക്ഷ മാറ്റി. ചോദ്യങ്ങൾ മാറിയതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്. 2ാം സെമസ്റ്റർ MSc കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വീഴ്ച സംഭവിച്ചത്. ഫിസിക്കൽ കെമിസ്ട്രി പേപ്പറിന്റെ ചോദ്യത്തിന് പകരം മറ്റൊരു വിഷയത്തിലെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കായി എത്തിച്ചത്. സംഭവത്തെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. ചോദ്യപേപ്പർ ഉള്ളടക്കം മാറിയതിൽ അന്വേഷണം നടത്തുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് കന്യാകുമാരിയിലേക്ക് നീട്ടി. 2 കോച്ചുകൾ അധികമായി ഘടിപ്പിച്ചുകൊണ്ടാണ് മാറ്റം. നാഗർകോവിൽ ജംഗ്ഷനിൽ പണി നടക്കുന്നതുകൊണ്ടാണ് മാറ്റമെന്നാണ് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തു. റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ്. രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കോടതി വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ ഒപ്പുവെച്ചത്. കോടതിയിൽ എംബസി വഴി കെട്ടിവെച്ച 1.5 കോടി റിയാലിന്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച 47 കോടിയിലേറെ ഇന്ത്യൻ രൂപയിൽ നിന്നാണ് ദയാധനമായ 1.5 കോടി സൗദി റിയാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയത്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റം. വയനാട് കളക്ടർ രേണുരാജിനെ ST വകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറ്റി. ഡോക്ടർ അദീല അബ്ദുള്ള കൃഷി വകുപ്പ് ഡയറക്ടറാകും. B. അബ്ദുൽ നാസറാണ് പുതിയ ഫിഷറീസ് ഡയറക്ടർ. രേണുരാജിനെ പകരം മേഘശ്രീ വയനാട് കളക്ടറായി ചുമതലയേൽക്കും. മാനന്തവാടി MLA ഒയാഖേളു സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതിന് പിന്നാലെയാണ് IAS ഉദ്യോഗസ്ഥരുടെ മാറ്റമുണ്ടായത്. കർണാടക സ്വദേശിയായ DR മേഘശ്രീയെ വയനാട് ജില്ലയിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നിയമിച്ചിരിക്കുന്നത്. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ ശ്രീകല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച കത്തിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. ശ്രീകലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. അനിലിന്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യുവതിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടാൻ സഹായിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിലിനോട് എത്രയും വേഗം നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനിലിന്റെ ആദ്യ ഭാര്യയായിരുന്നു കല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ജൂലൈ 4 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ജൂലൈ 4 മുതൽ 11 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ ജൂലൈ 31 രാവിലെ 10 മണിക്ക് നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ജൂലൈ 2 മുതൽ നിലവിൽ വന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ ആ പഞ്ചായത്ത് പ്രദേശം മുഴുവനും, മുനിസിപ്പാലിറ്റികളിൽ അതത് വാർഡുകളിലുമാണ് പെരുമാറ്റച്ചട്ടം ബാധകം. നിയമസഭയിൽ മന്ത്രി MP രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വാക്പോര്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതാവ് വിളിച്ചത് അവൻ എന്നാണെന്നും പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു. തന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സതീശൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മുഖ്യമന്ത്രി പരനാറി എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് തിരിച്ചടിച്ചു. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകനെ SFIക്കാർ തട്ടിക്കൊണ്ടുപോയി ഇടിമുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പരാതി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെയാണ് മർദ്ദിച്ചത്. SFI നേതാവായ അജയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാണ് ആരോപണം. വിദ്യാർത്ഥികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് സാൻജോസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ച SFI നേതാക്കൾക്കെതിരെ കേസെടുത്തില്ലെന്ന് ആരോപിച്ച് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രതിഷേധം. തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് MLAമാരായ ചാണ്ടി ഉമ്മൻ, M. വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. പ്രതിഷേധത്തിനിടെ M. വിൻസെന്റ് MLAയും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാറിൽ വന്നിറങ്ങിയ തന്നെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നും പോലീസിന് മുന്നിൽ വെച്ച് ആക്രമിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു.
ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് വാഹനം ഓടിച്ച് കയറ്റിയ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ്. RMP നേതാവ് KS ഹരിഹരനാണ് DGPക്ക് പരാതി നൽകിയത്. കോഴിക്കോട് DCP ഓഫീസിൽ വെച്ചാണ് ഹരിഹരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. എന്നാൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് ബോധപൂർവം ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ കയറ്റിയതല്ലെന്നാണ് സംസ്ഥാന പോലീസിന്റെ വിലയിരുത്തൽ. എന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് MP ഹൈബി ഈഡന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളം നൽകി. അടുത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് ഹൈബി ഈഡന് പ്രധാനമന്ത്രി വെള്ളം നൽകിയത്. ഹൈബി വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് തന്റെ ശമ്പളവും ഓഫീസിലേക്കുള്ള പുതിയ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള അലവൻസുകളും വേണ്ടെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. ആവശ്യമെങ്കിൽ സ്വന്തമായി കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീഷർട്ട്, ജേഴ്സി, കീറിയ ഡിസൈനുള്ള ജീൻസ്, ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ എന്നിവ കോളേജിൽ നിരോധിച്ച് മഹാരാഷ്ട്രയിലെ ചെമ്പൂരിലെ ആചാര്യ മറാഠെ കോളേജിലെ പ്രിൻസിപ്പൽ ഡ്രസ് കോഡ് വ്യക്തമാക്കി സർക്കുലർ ഇറക്കി. നേരത്തെ ഇതേ കോളേജിൽ ഹിജാബ് നിരോധിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ഡ്രസ് കോഡും മറ്റ് നിയമങ്ങളും എന്ന പേരിൽ കോളേജ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഫോക്സ്കോണിന്റെ ഐഫോൺ നിർമ്മാണ ഫാക്ടറിയിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് തൊഴിൽ നിഷേധിക്കുന്നുവെന്ന വാർത്തയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനും തമിഴ്നാട് സർക്കാരിനും ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ആരോപണം ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ തള്ളി. വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്ന് ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടെവീഡിയോയിലേക്കുള്ള യാത്രക്കിടെയാണ് എയർ യൂറോപ്പ വിമാനം ശക്തമായ ആകാശ ചുഴിയിൽപ്പെട്ടത്. വിമാനത്തിൽ 325 യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യൂറോ കപ്പ് ഫുട്ബോളിലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റൊമാനിയയെ തോൽപ്പിച്ച് നെതർലൻഡ്സ് ക്വാർട്ടറിലേക്ക് മുന്നേറി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഡച്ച് പടയുടെ ജയം. ആവേശം അവസാന മിനിറ്റ് വരെ നീണ്ട മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയയെ കീഴടക്കി തുർക്കി ക്വാർട്ടറിൽ. 1-2 ഗോളുകൾക്കാണ് തുർക്കിയുടെ ജയം. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയായതോടെ 2024 യൂറോ കപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, നെതർലൻഡ്സ്, തുർക്കി എന്നിങ്ങനെയാണ് മത്സരങ്ങൾ. വെള്ളി, ശനി ദിവസങ്ങളിലായി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.